കോൺഗ്രസിനെ കടന്നാക്രമിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 1937 വന്ദേമാതരത്തെ വിഭജിച്ചതിലൂടെ രാഷ്ട്രവിഭജനത്തിനാണ് കോൺഗ്രസ് അടിത്തറയിട്ടതെന്ന് അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രീണന നയത്തെ രാജ്യം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ ഗീതം വന്ദേമാതരത്തോട് കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുന്നു. കോൺഗ്രസിന്റേത് പ്രീണന നയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. और देश विरोधी फैसला लिया है. उन्होंने अपनी पार्टी के 37 के रिजोल्यूशन को फॉलो करते हुए महान वंदे मातरम गीत के 2 ही छंद गाने का फैसला किया है. मैं इस समय पर पूरे देश को याद कराना चाहता हूं कि 1937 में कांग्रेस पार्टी ने मुस्लिम अपीसमेंट के लिए वंदे मातरम के 2 टुकड़े कर देश के विभाजन की नींव डाली थी और वहीं से 2 राष्ट्र के सिद्धांत को ताकत मिली थी. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രീണന നയം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ രചനയെ മാത്രമല്ല രാജ്യത്തിനായി ജീവൻ ബലി നൽകിയവരെയും അപമാനിച്ചുവെന്ന് അമിത്ഷാ കൂട്ടിച്ചേർത്തു. इनकी घोर तुष्टीकरण की नीति की पुष्टि करता है. वोट बैंक के तुष्टीकरण के लिए उन्होंने स्वर्गीय बंकिम बाबू के इस अमर कृति का न केवल अपमान किया है, वो लाखों शहीदों का भी अपमान किया है जो वंदे मातरम का नारा लगाते लगाते देश की आजादी के लिए फांसी पर चढ़ गए. പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമത്തെ കോൺഗ്രസ് നിരാകരിക്കുന്നുവെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നിലപാടിനെ അപലപിച്ച അമിത്ഷാ കോൺഗ്രസിന്റെ പ്രീണന നയത്തിനെതിരെ ഒറ്റക്കെട്ടായി രാഷ്ട്രം മുന്നോട്ട് വരികയും ഇനി ഈ പ്രീണന നയം മുന്നോട്ട് പോകില്ലെന്ന് പറയണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്തു. ജനം, ഡൽഹി.